നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശരാശരി അല്ലെങ്കിൽ ആവറേജിനെ പറ്റിയാണ്. PSCക്ക് ഇതിൽ നിന്ന് ഉറപ്പായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശരാശരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ നമ്പറാണ് സംഖ്യകളുടെ ശരാശരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരാശരി ഈസ് ഈക്വൽ ടു സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. ചില കേസിൽ സംഖ്യകളുടെ ശരാശരിയും കാണും, അവയുടെ തുകയും കാണും, എന്നാൽ എണ്ണമായിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ, അതായത് എണ്ണം ഈസ് ഈക്വൽ ടു എണ്ണം ഇങ്ങോട്ടും പോയി ശരാശരി താഴോട്ടും കൊണ്ടുവന്നാൽ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ ശരാശരി. അപ്പം സംഖ്യകളുടെ തുകയും ശരാശരിയും തന്നാൽ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എണ്ണം ഈസ് ഈക്വൽ ടു സംഖ്യയുടെ തുക ഡിവൈഡഡ് ബൈ ശരാശരിയാണ്. നമ്മൾ ശരാശരിയുടെ കാര്യം പറഞ്ഞു. എന്നാൽ ചില കേസിൽ നമുക്ക് പെട്ടെന്ന് ഈ ശരാശരി കാണാതെ തന്നെ ശരാശരി കണ്ടെത്താനുള്ളൊരു മാർഗമുണ്ട്. അപ്പം അതിലേക്ക് കടക്കാം. അതിലാദ്യത്തത് തുടർച്ചയായ n ഒറ്റസംഖ്യകളുടെ ശരാശരി n തന്നെയായിരിക്കും. തുടർച്ചയായ n ഒറ്റസംഖ്യകളുടെ ശരാശരി n തന്നെയായിരിക്കും. രണ്ടാമത്തത് തുടർച്ചയായ n ഇരട്ടസംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ആയിരിക്കും. അതായത് 2, 4, 6, 8, 10 ഇങ്ങനെ 5 നമ്പർ എടുത്താൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 5 നമ്പറുണ്ട്, 5+1 6 ആയിരിക്കും. അപ്പം തുടർച്ചയായ n ഇരട്ടസംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് n+1. അപ്പം ഞാൻ 5 നമ്പർ എടുത്തേ, 5 n ആയിട്ട് വരുന്നത്. n+1 5+1 6 ആയിരിക്കും അതിൻ്റെ ശരാശരി. അടുത്തത് 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ ശരാശരി ഈസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. തുടർച്ചയായ, അതായത് 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അടുത്തത് 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണസംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പം 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇനി അടുത്തത് 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ ശരാശരി ഈക്വൽ ടു n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ്. n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അടുത്തതായി തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ x km/hലും y km/hലും സഞ്ചരിച്ച ശരാശരി വേഗത ഈസ് ഈക്വൽ ടു 2xy ഡിവൈഡഡ് ബൈ x+y ആയിരിക്കും. അതായത് തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ x km/hലും y km/hലും സഞ്ചരിച്ചാൽ ആ വേഗതകളുടെ ശരാശരി കാണാൻ ചോദിച്ചാൽ 2xy ഡിവൈഡഡ് ബൈ x+y ആയിരിക്കും. അതേപോലെ തന്നെ തുല്യ ദൂരം 3 വ്യത്യസ്ത വേഗതകളിൽ, അതായത് x km/hലും y km/hലും z km/hലും സഞ്ചരിച്ചാൽ വേഗതയുടെ ശരാശരി കാണാൻ ചോദിച്ചാൽ 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. അപ്പം മോളിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇവിടെ 3 വ്യത്യസ്ത വേഗതകളാണ്. x km/hലും y km/hലും z km/hലും. എങ്കിൽ വേഗതയുടെ ശരാശരി ചോദിച്ചാൽ 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ തുടർച്ചയായ ഗുണിതങ്ങളുടെ ശരാശരി അവയുടെ മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും. അതായത്
ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ തുടർച്ചയായ ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ ചോദിച്ചാൽ അവയുടെ മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും ശരാശരി. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ശരാശരി കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്രയെന്ന്. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. n+1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 50 എണ്ണൽ സംഖ്യ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യ. ഇപ്പം n എന്ന് പറയുന്നത് 50. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നു = 50 + 1 ഡിവൈഡഡ് ബൈ 2 = 51 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 25.5 ആണ്. അപ്പം ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ 50 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും = 51 ഡിവൈഡഡ് ബൈ 2 അതെന്ന് പറയുന്നത് 25.5. ഇപ്പം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 30 വിദ്യാർത്ഥികളുടെ ശരാശരി പ്രായം 14. അധ്യാപകന്റെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി 15 ആയി. എങ്കിൽ അധ്യാപകന്റെ പ്രായം എന്ത്? ഇവിടെ 30 വിദ്യാർത്ഥികളുടെ ശരാശരി പ്രായം തന്നിട്ടുണ്ട് 14. അധ്യാപകന്റെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി അത് 15 ആയി. എങ്കിൽ അധ്യാപകന്റെ പ്രായമാണ് കണക്കാക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ശരാശരി കാണാനുള്ള മാർഗം ശരാശരി = സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇവിടെ സംഖ്യകൾ എന്ന് പറയുന്നത് പ്രായമാണ്. അപ്പം നമുക്ക് സംഖ്യകൾ തന്നിട്ടില്ലാത്തതുകൊണ്ട് സംഖ്യകളുടെ തുകയെ അറിയത്തില്ല. പിന്നെ അറിയാവുന്നതെന്ന് പറയുന്നത് 30 കുട്ടികളുടെ പ്രായത്തിൻ്റെ ശരാശരി അറിയാം. അതെന്ന് പറയുന്നത് 14 ആണ്. സംഖ്യകളുടെ തുക അറിയത്തില്ല. എണ്ണവും അറിയാം. 30 വിദ്യാർത്ഥികളുടെ ശരാശരി പ്രായമാണ് 14. അപ്പം എണ്ണം എന്ന് പറയുന്നത് 30. അപ്പം സംഖ്യകളുടെ തുക ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. തുക = 30 × 14. 14 × 3 3 12 ശിഷ്ടം 1 1 3 3 1 4 = 420 എന്ന് കിട്ടി. അപ്പം കുട്ടികളുടെ പ്രായം അതായത് സംഖ്യയുടെ തുക കിട്ടി 420. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് അധ്യാപകന്റെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി 15 ആയി. എങ്കിൽ അധ്യാപകന്റെ പ്രായം എന്തെന്ന്. അപ്പം നമുക്ക് ഇതേ ഇക്വേഷനകത്ത് തന്നെ കൊടുത്തു നോക്കാം. ശരാശരി 15 = സംഖ്യകളുടെ തുക. നമുക്കറിയാം അധ്യാപകന്റെ പ്രായം ചേർക്കാതെ പ്രായത്തിന്റെ തുക എന്ന് പറയുന്നത് 420 ആണ്. അപ്പൊ അധ്യാപകന്റെ പ്രായം അതിന്റെ കൂടെ ചേർക്കുന്നു. നമ്മൾ x എന്ന് കൊടുക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എണ്ണം എന്ന് പറയുന്നത് 30 വിദ്യാർത്ഥികൾ അധ്യാപകനോട് ചേരുമ്പോൾ 31 ആകും. ഇനി എക്സിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പം 15 ഇൻറ്റു ഇത് ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും. 31 = 420 അധികം എക്സ് എന്നാവും. 15 × 31 1 5 1 1 3 15 ശിഷ്ടം 1 1 3 3 1 4 5 5 1 6 4 = 465 = 420 + x എന്ന് വരും. ഇതിൽ നിന്നും x = 465 - 420 എന്നാകും. = 45 എന്ന് കിട്ടും. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇവിടെ അധ്യാപകന്റെ പ്രായമായിട്ടാണ് എടുത്തേക്കുന്നത്. 45 എന്ന് എക്സിന്റെ വില കിട്ടും. അപ്പം അധ്യാപകന്റെ പ്രായം എന്ന് പറയുന്നത് 45. ഒന്നുകൂടെ പറയാം.
ശരാശരി എന്ന് പറയുന്നത് കാണാൻ നമുക്കറിയാം സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ സംഖ്യകളെന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പ്രായമാണ്. അപ്പം ഇവിടെ 30 കുട്ടികളുടെ ശരാശരി 14 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരാശരിയുടെ സ്ഥാനത്ത് 14 കൊടുത്തു. സംഖ്യയുടെ തുക അല്ല പ്രായത്തിന്റെ തുക നമുക്ക് അറിയത്തില്ല, അപ്പൊ അതങ്ങനെ തന്നെ കൊടുത്തു. പിന്നെ എണ്ണം എന്ന് പറഞ്ഞാൽ 30 കുട്ടികളാണ്. ഇതിൽ നിന്നും പ്രായത്തിന്റെ തുക അല്ലെ സംഖ്യയുടെ തുക കിട്ടി. അതെന്ന് പറയുന്നത് 30 × 14 420 കിട്ടി. ഇനി നമ്മൾ ഇതേ ഇക്വേഷനകത്ത് തന്നെ അധ്യാപകന്റെ പ്രായം കാണാനുള്ളത് കൊടുക്കുന്നു. അതായത് ശരാശരി അധ്യാപകന്റെ പ്രായം കൂടെ ചേർക്കുമ്പോൾ ശരാശരി 15 അധ്യാപകന്റെ പ്രായം അറിയത്തില്ല. 30 വിദ്യാർത്ഥികളുടെ പ്രായം അതിന്റെ തുക അറിയാം, 420 നമുക്ക് കിട്ടിയായിരുന്നു. പ്ലസ് എക്സ് എന്ന് പറയുന്ന അധ്യാപകന്റെ പ്രായമായിട്ട് കൊടുക്കുന്നു. അധ്യാപകനോട് ചേരുമ്പോൾ 30 കുട്ടികളാണ്, അധ്യാപകനോട് ചേരുമ്പോൾ എണ്ണം 31 ആകുന്നു. അതിൽ നിന്നും 15 ഇൻറ്റു ഈ 31 എന്ന് പറയുന്ന സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു 31 ആകും. സീക്വൽ ടു 420 അധികം എക്സ്. ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു 465 മൈനസ് 420 കിട്ടും. അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 45 കിട്ടും. ഇപ്പം കഴിഞ്ഞ ആ പ്രോബ്ലം തന്നെയാണ് ഇത്. നമുക്ക് വേറെ രീതി ചെയ്യാം, അതായത് ഷോർട്ട് കട്ട്. നമുക്ക് എത്രയും എളുപ്പം ആൻസർ കിട്ടുക, അതാണ് നമ്മുടെ മാർഗം. അപ്പം പുതിയ ഒരാൾ വരുമ്പോൾ പുതിയ ആളിന്റെ പ്രായം അല്ലെങ്കിൽ ഉയരം അതും അല്ലെങ്കിൽ ഭാരം കാണാൻ ചോദിച്ചാൽ, ഇപ്പൊ തന്നിരിക്കുന്ന ആദ്യത്തെ നിന്നും രണ്ടാമത്തെ പുതിയ ഒരാളോട് വന്നു കഴിയുമ്പോൾ ശരാശരി കൂടുകയാണെങ്കിൽ പ്രായം കാണാൻ ആദ്യത്തെ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പൊ ആദ്യത്തെ ശരാശരി പ്ലസ് ആകെ എണ്ണം പുതിയ ഒരാളോട് വരുമ്പോഴുള്ള എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അതാണ് ശരാശരി കൂടിയാലുള്ള ഇക്വേഷൻ. ഇനി ശരാശരി കുറഞ്ഞാൽ പുതിയ ഒരാളോട് വരുമ്പോൾ ശരാശരിയിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രായം അല്ലെങ്കിൽ ഉയരം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യ ശരാശരി മൈനസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പം ശരാശരി കൂടുകയാണെങ്കിൽ ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. കുറയുകയാണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ആദ്യ ശരാശരി മൈനസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. നമുക്ക് ഇപ്പം ഇവിടെ ശരാശരി അധ്യാപകന്റെ പ്രായം കൂടി വന്നപ്പോൾ ശരാശരി കൂടുകയാണ് ചെയ്തത്. അപ്പം നമുക്കിവിടെ ആദ്യത്തെ ഇക്വേഷനാണ് വേണ്ടി വരുന്നത്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ കൊടുത്തു നോക്കാം. അപ്പം അധ്യാപകന്റെ പ്രായം കാണാൻ പ്രായം ഇസ് ഈക്വൽ ടു ആദ്യ ശരാശരി 14, അതായത് 30 വിദ്യാർത്ഥികളുടെ പ്രായത്തിന്റെ ശരാശരി 14 പ്ലസ് ആകെ എണ്ണം 30 വിദ്യാർത്ഥികളാണ് ഉള്ളത്, അധ്യാപകനോട് വരുമ്പോൾ 31 ആകും ഇൻറ്റു ഇനി ശരാശരിയിലെ വ്യത്യാസം. ആദ്യത്തെ ശരാശരി എന്ന് പറയുന്നത് 14, അധ്യാപകനും കൂടെ വരുമ്പോൾ ശരാശരി 15 ആകും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1. 15 മൈനസ് 14 1 സീക്വൽ ടു 14 പ്ലസ് 31 ഇൻറ്റു 1 എന്ന് പറയുന്നത് 31 തന്നെ സീക്വൽ ടു 45. അപ്പം നമുക്ക് എളുപ്പത്തിൽ ആൻസർ ഇവിടെ കിട്ടി. അപ്പം ഇവിടെ ശരാശരി കൂടുകയാണെങ്കിൽ ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന ഇക്വേഷനകത്ത് നമ്മൾ ഓരോന്ന് കൊടുക്കുന്നു. അതായത് ആദ്യ ശരാശരി 14, ആകെ എണ്ണം എന്ന് പറയുന്നത് അധ്യാപകനോട് ചേരുമ്പോൾ 31, പിന്നെ ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 1. അപ്പം 14 പ്ലസ് 31 45 എന്ന് തന്നെ ആൻസർ കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 2 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ മാർക്ക് എന്ത്? അപ്പൊ ഇതിന് 2 രീതി ചെയ്യാം. അപ്പൊ ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയപ്പോ. അപ്പൊ ഇവിടെ ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരിയിൽ 2 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ മാർക്ക് എന്ത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പൊ നമുക്കറിയാം ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സീക്വൽ ടു ഇവിടെ കുട്ടികളുടെ മാർക്കാണ്. അപ്പം ആകെ മാർക്ക് ഡിവൈഡഡ് ബൈ എണ്ണമാണ്.
ക്വസ്റ്റിനകത്ത് ആകെ മാർക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പൊ ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്നത് 5 കുട്ടികളുടെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 88 അപ്പൊ ആകെ മാർക്ക് അറിയത്തില്ല, അത് അതേപോലെ കൊടുത്തേക്കുന്നു. ആകെ മാർക്കെന്ന് പിന്നെ എണ്ണം അറിയാം, 5 കുട്ടികളുടെയാണ്. അപ്പൊ 5 എണ്ണം. അപ്പൊ ആകെ മാർക്ക് കാണാം. ആകെ മാർക്ക് ഈക്വൽ ടു 88. ഈ 5 ഇപ്പുറത്തോട്ടാവുമ്പോൾ ഈക്വലിന് ഇപ്പുറത്താവുമ്പോൾ ഇൻറ്റു ആവും. ഇൻറ്റു 5 ഈക്വൽ ടു 88 ഇൻറ്റു 5 എന്നുവെച്ചാൽ 40. 4 എന്നുവെച്ചാൽ 40, 4 കൂട്ടുമ്പോൾ 44. 440 കിട്ടും. അപ്പം ആദ്യത്തെ 5 കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത്, മാർക്കിന്റെ തുക എന്ന് പറയുന്നത് 440 കിട്ടി. അപ്പൊ ഇവിടെ 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി, മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 2 കുറഞ്ഞെന്നാ പറഞ്ഞത്. അപ്പൊ പുതിയ കുട്ടിയുടെ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പുതിയ കുട്ടിയുടെ മാർക്ക് അറിയാത്തത് കൊണ്ട് അതിന് എക്സ് എന്ന് കൊടുക്കാം. പുതിയ കുട്ടിയുടെ മാർക്ക് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷനകത്ത് തന്നെ കൊടുക്കുക. അപ്പൊ ശരാശരി എന്ന് പറയുന്നത് പുതിയ കുട്ടി വന്നപ്പോൾ 2 കുറഞ്ഞെന്നാ പറഞ്ഞത്. അതായത് 88 നിന്ന് 2 കുറയുമ്പോൾ ശരാശരി എന്ന് പറയുന്നത് 86 ആകും. പിന്നെ ആകെ മാർക്ക് നമുക്ക് അറിയത്തില്ല. മുമ്പ് നമ്മൾ ആകെ മാർക്ക് കണ്ടുപിടിച്ചായിരുന്നു. ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആകെ മാർക്ക് എന്ന് പറയുന്നത് 440. അതിൽ നിന്ന് 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാ പോയത്. അപ്പം അത് 340 കുറഞ്ഞു. പിന്നെ പുതിയ കുട്ടിയുടെ മാർക്ക് അറിയാത്തതുകൊണ്ട് അത് എക്സ്. അപ്പൊ അതുകൂടെ കൂട്ടുന്നതായിരിക്കും ഇപ്പോഴത്തെ ആകെ മാർക്ക്. പിന്നെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല, കാരണം ഒരാൾ പോയി പകരം ഒരാൾ വന്നു. അപ്പം 5 തന്നെ. ഇവിടെ എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 86 ഇൻറ്റു 5 മൈനസ് ഈ 340 ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 340 എന്ന് വരും. ഈക്വൽ ടു 86 ഇൻറ്റു 5. 6×5 30, ശിഷ്ടം 3, 8×5 40, 43. 430 മൈനസ് 340 എന്ന് കിട്ടും. ഈക്വൽ ടു 90 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഒന്നുകൂടെ പറയാം. നമുക്കറിയാം ശരാശരി കാണാൻ ആകെ മാർക്ക് അല്ലെങ്കിൽ ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇവിടെ മാർക്ക് ആയതുകൊണ്ട് നമ്മൾ ആകെ മാർക്ക് എന്ന് കൊടുത്തത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓരോന്നും കൊടുക്കുന്നു. ഇവിടെ ശരാശരി അറിയാം 88 ഈക്വൽ ടു ആകെ മാർക്ക് എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ കുട്ടികളുടെ എണ്ണം അറിയാം 5. അപ്പൊ അതിൽ നിന്ന് ആകെ മാർക്ക് കിട്ടി 88 ഇൻറ്റു 5 440. ഇനി നമുക്ക് കാണേണ്ടത് 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി പകരം ഒരു കുട്ടി ആ സ്ഥാനത്ത് വന്നു. അപ്പോൾ ശരാശരി 2 കുറവുണ്ടായി. പുതിയ കുട്ടിയുടെ മാർക്കാണ് കാണേണ്ടത്. പുതിയ കുട്ടിയുടെ മാർക്കിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇതേ ഇക്വേഷനകത്ത് വീണ്ടും നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ശരാശരി, രണ്ടാമത്തെ ശരാശരി ആദ്യത്തിൽ നിന്ന് 2 കുറയുന്നു. അപ്പം 88 നിന്ന് 2 കുറയുമ്പോൾ 86 ആവുന്നു. പിന്നെ 100 മാർക്കുള്ള ഒരു കുട്ടിയാണ് പോയത്. അപ്പോൾ ശരാശരി ആകെ മാർക്ക് എന്ന് പറയുന്നത് 100 കുറയുന്നു. അപ്പം 340 ആവും. 440 നിന്നും 100 കുറയുമ്പോൾ 340 ആവും. പിന്നെ പുതിയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല, ഒരാൾ പോയി പകരം ഒരാൾ വരുന്നതുകൊണ്ട് 5 തന്നെ. ഇവിടെ എക്സ് നമ്മൾ കാണുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 86 ഇൻറ്റു ഈ 5 ഈക്വലിന് ഇപ്പുറത്താവുമ്പോൾ ഇൻറ്റു 5 ആവും. പിന്നെ 340 ഈക്വലിന് ഇപ്പുറത്താവുമ്പോൾ മൈനസ് 340 ആവും. ഈക്വൽ ടു 430 മൈനസ് 340 ഈക്വൽ ടു 90 എന്ന് കിട്ടും. അപ്പം പുതിയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 90. ഇനി ഇത് വേറെ രീതി നമുക്ക് ചെയ്യാം. ഇത് ഒന്നുകൂടെ എളുപ്പത്തിൽ അതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റിനെ തന്നെ നമുക്ക് വേറെ രീതി ചെയ്യാം. ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഒരാൾ പോയി പകരം പുതിയ ആൾ വന്നാൽ പുതിയ ആളിന്റെ മാർക്ക് അല്ലെങ്കിൽ ഭാരം അതും അല്ലെങ്കിൽ വയസ്സ് കാണാൻ ചോദിച്ചാൽ ആകെ ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം പ്ലസ് പോയ ആളിന്റെ മാർക്ക് അല്ലെങ്കിൽ ഭാരം അല്ലെങ്കിൽ വയസ്സ്. അപ്പം ഒരാൾ പോയി പകരം പുതിയ ആള് വന്നാൽ പുതിയ ആളിന്റെ പ്രായം അല്ലെങ്കിൽ മാർക്ക് അതും അല്ലെങ്കിൽ വയസ്സ് ചോദിച്ചാൽ ആകെ ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം പ്ലസ്
പോയ ആളിന്റെ മാർക്ക് അല്ലെങ്കിൽ ഭാരം, അതും അല്ലെങ്കിൽ വയസ്സ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ പുതിയ ആളിന്റെ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആകെ ആൾക്കാരുടെ എണ്ണം, ആകെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഒരാൾ പോയി വേറൊരാൾ വന്ന്, അപ്പം ആൾക്കാരുടെ എണ്ണത്തിൽ മാറ്റമില്ല, 5 തന്നെ. ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇവിടെ ശരാശരി 2 കുറയുക, അപ്പം -2 പ്ലസ് പോയ ആളിന്റെ മാർക്ക്. അപ്പൊ 100 മാർക്കുള്ള ഒരു കുട്ടിയാണ് പോയത്. അപ്പൊ പോയ ആളിന്റെ മാർക്ക് എന്ന് പറയുന്നത് 100 ഈക്വൽ ടു 5 ഇൻറ്റു -2 -10 പ്ലസ് 100 അതേപോലെ എഴുതി. അപ്പൊ 100-ൽ നിന്ന് 10 കുറച്ച 90. അപ്പം ഇത് എളുപ്പമാർഗമാണ്. അപ്പം ഒരാൾ പോയി പകരം പുതിയ ഒരാൾ വന്നാൽ പുതിയ ആളിന്റെ മാർക്ക് അല്ലെങ്കിൽ ഭാരം, വയസ്സ് ചോദിച്ചാൽ ആകെ ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം പ്ലസ് പോയ ആളിന്റെ മാർക്ക് അല്ലെങ്കിൽ ഭാരം, അതും അല്ലെങ്കിൽ വയസ്സ്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ആകെ ആൾക്കാരുടെ എണ്ണം 5 ആണ്. പിന്നെ ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം 88 ആയിരുന്നു. ഒരാൾ പോയി പുതിയ ആൾ വന്നപ്പോൾ അത് 2 കുറയുക ചെയ്ത്. അപ്പം -2 പ്ലസ് പോയ ആളിന്റെ മാർക്ക് എന്ന് പറയുന്നത് 100. അപ്പം 5 ഇൻറ്റു -2 എന്ന് പറയുന്നത് -10 ആണ് പ്ലസ് 100 ഈക്വൽ ടു 90. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 20 km/h വേഗത്തിലും തിരിച്ച് എയിലേക്ക് 30 km/h വേഗത്തിലും സഞ്ചരിക്കുന്നു. ആകെ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഒന്നുകൂടെ പറയാം. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 20 km/h വേഗത്തിലും തിരിച്ച് എയിലേക്ക് 30 km/h വേഗത്തിലും സഞ്ചരിക്കുന്നു. ആകെ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണെന്ന്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, തുല്യ ദൂരം 2 വേഗതയിൽ, അതായത് x km/h വേഗതയിലും y km/h വേഗതയിലും സഞ്ചരിച്ചാൽ അതിലെ ശരാശരി വേഗത എന്ന് പറയുന്നത് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആയിരിക്കും. അതായത് ശരാശരി വേഗത. അപ്പം ഒരേ ദൂരം തന്നെ x km/h വേഗത്തിലും y km/h വേഗത്തിലും സഞ്ചരിച്ചാൽ വേഗതയിലെ ശരാശരി എന്ന് പറയുന്നത് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആയിരിക്കും. ഇവിടെ x എന്ന് പറയുന്നത് 20 km/h y എന്ന് പറയുന്നത് 30 km/h. ഇക്വേഷനകത്ത് കൊടുക്കുന്നു. ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 20 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 30 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 20 അധികം വൈ 30 ഈക്വൽ ടു 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12. 0 രണ്ടും കൊടുക്കുന്നു. ഇവിടെ 20 പ്ലസ് 30 എന്ന് പറയുന്നത് 50. 0യും 0യും കൂടെ ക്യാൻസൽ ആവുന്നു. 5ഉം 120 കൂടെ വെട്ടുമ്പോൾ 24 km/h കിട്ടുന്നു. ഒന്നുകൂടെ പറയാം. ശരാശരി വേഗത, അതായത് ഒരേ ദൂരം തന്നെ x km/h y km/h സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ ചോദിച്ചാൽ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ x എന്ന് പറയുന്നത് 20 km/h y എന്ന് പറയുന്നത് 30 km/h ആണ്. നമ്മൾ ആ ഇക്വേഷനകത്തോട്ട് വില കൊടുക്കുന്നു. അപ്പം 2 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 എന്ന് വരും. ഈക്വൽ ടു 1200 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. ക്യാൻസൽ ആകുമ്പോൾ 24 km/h എന്ന ഉത്തരം കിട്ടും. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പം 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ഏറ്റവും വലിയ സംഖ്യ കാണാനാണ് ചോദ്യം. അപ്പം തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ഏറ്റവും വലിയ സംഖ്യ കാണാനാണ്. ഇതിനൊരു എളുപ്പമാർഗമുണ്ട്. തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ ശരാശരി x ആയാൽ ഏറ്റവും വലിയ സംഖ്യ കാണാൻ
ഏറ്റവും വലിയ സംഖ്യ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൻ മൈനസ് വൺ എന്നുള്ള ഇക്വേഷനും ഏറ്റവും ചെറിയ സംഖ്യ ഈക്വൽ ടു എക്സ് മൈനസ് എൻ മൈനസ് വൺ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പം തുടർച്ചയായ n ഇരട്ട സംഖ്യയുടെ ശരാശരി എക്സ് ആയാൽ ഏറ്റവും വലിയ സംഖ്യ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൻ മൈനസ് വൺ എന്നുള്ള ഇക്വേഷനും ഏറ്റവും ചെറിയ സംഖ്യ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ മൈനസ് വൺ എന്നുള്ള ഇക്വേഷനും ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന ഏറ്റവും വലിയ സംഖ്യ. അപ്പം ആദ്യത്തെ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഇക്വേഷൻ. അപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നത് 36ഉം n എന്ന് പറയുന്നത് 5ഉമാണ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് കൊടുക്കുന്നു ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 36 പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് 5 മൈനസ് 1 ഈക്വൽ ടു 36 പ്ലസ് 4 മൈനസ് 1 5 മൈനസ് 1 4 ഈക്വൽ ടു 40 എന്ന് കിട്ടും. അപ്പം തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ ശരാശരി 36 ആയാൽ ഏറ്റവും വലിയ സംഖ്യ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എൻ മൈനസ് വൺ എന്നുള്ളതാണ്. അതിൽ എക്സ് എന്ന് പറയുന്നത് 36ഉം എൻ എന്ന് പറയുന്നത് 5ഉമാണ്. ഈ ഇക്വേഷനകത്ത് കൊടുക്കുന്നു 36 പ്ലസ് 5 മൈനസ് 1 എന്ന് പറയുന്നത് 4 ഈക്വൽ ടു 40. അപ്പം ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്റെ 11ാമത്തെ കളിയിൽ 50 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരി 2 റൺസിന്റെ വർധന ഉണ്ടായെങ്കിൽ 11 കളിയിലായി അയാളുടെ ശരാശരി എന്ത്? ഒന്നുകൂടെ ചോദ്യം പറയാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്റെ 11ാമത്തെ കളിയിൽ 50 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 2 റൺസിന്റെ വർധനവ് ഉണ്ടായെങ്കിൽ 11 കളിയിലായി അയാളുടെ ശരാശരി എന്ത്? ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേറെ രീതിയാണ് വേണ്ടത്. അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ശരാശരി വർദ്ധിക്കുകയാണെങ്കിൽ പുതിയ ശരാശരി ഈസ് ഈക്വൽ ടു നേടിയ റൺ മൈനസ് കളികളുടെ എണ്ണം മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പൊ ശരാശരി വർദ്ധിക്കുകയാണെങ്കിൽ പുതിയ ശരാശരി ഈസ് ഈക്വൽ ടു നേടിയ റൺ മൈനസ് കളികളുടെ എണ്ണം മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇനി ശരാശരി കുറഞ്ഞാൽ പുതിയ ശരാശരി കാണാൻ ഈക്വൽ ടു നേടിയ റൺ പ്ലസ് കളികളുടെ എണ്ണം മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പം ആദ്യത്തെ ഇക്വേഷനിലെ മൈനസും രണ്ടാമത്തേൽ പ്ലസും. അപ്പം ശരാശരി വർദ്ധിക്കുകയാണെങ്കിൽ നേടിയ റൺ മൈനസ് കളികളുടെ എണ്ണം മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസവും, ശരാശരി കുറഞ്ഞാൽ നേടിയ റൺ പ്ലസ് കളികളുടെ എണ്ണം മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇവിടെ നമ്മൾ ശരാശരി വർദ്ധിക്കുക ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പം ഇക്വേഷനകത്തോട്ട് നമുക്ക് വില കൊടുക്കാം. നേടിയ റണ്ണ്, ഇവിടെ നേടിയ റണ്ണ് എന്ന് പറയുന്നത് 50ആണ്. 50 മൈനസ് കളികളുടെ എണ്ണം 11 കളികളാണ് ഇവിടെ. അപ്പോൾ 11 മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇവിടെ 2 റൺസിന്റെ വർധനമാണ്. അപ്പോൾ ശരാശരി അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു 50 മൈനസ് 11 മൈനസ് 1 എന്ന് പറയുന്നത് 10 ഇൻറ്റു 2 ഈക്വൽ ടു 50 മൈനസ് 10 ഇൻറ്റു 2 20 ഈക്വൽ ടു 30 എന്ന് ആൻസർ കിട്ടി. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, കാരണം ശരാശരി വർദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്തോട്ട് വില കൊടുക്കുന്നു. ഇവിടെ നേടിയ റൺ എന്ന് പറയുന്ന 50 മൈനസ് ഇവിടെ കളികളുടെ എണ്ണം എന്ന് പറയുന്നത് 11 മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ഈക്വൽ ടു 50 മൈനസ് 10 ഇൻറ്റു 2 20. അപ്പോൾ 50 നിന്ന് 20 പോകുമ്പോൾ 30. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്ക് നന്ദി.